ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോട്ടോസി ഡ്രൈവ്. നമ്മളും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡ്യൂക്ക് 390 കൂളൻ ചേഞ്ചാണ്. കൂളൻ ചേഞ്ച് ഫുള്ളായിട്ട് പറയാൻ എന്ന് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഏതൊക്കെ പാർട്സ് ലൂസ് ചെയ്യണം, ഏതൊക്കെ പാർട്സ് ടൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറയാം. കൂടാതെ ഇതിൻ്റെ ഡ്യൂക്ക് 390 ആണ്. ഇത് പക്ക സർവീസ്ഡ് വണ്ടിയാണ്. കഴിഞ്ഞ വർഷമാണ് എൻ്റെ കൂളൻ്റ് മാറിയത്. ഇതാണ് ഞാൻ മേടിച്ച കൂളൻ്റ്, മോട്ടീവിൻ്റെ ഇൻഡിവിജ്വൽ എക്സ്പേർട്ട്. ഇതൊരു 1 ലിറ്ററാണ് നമുക്ക് വേണ്ടത്. 228 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് ആമസോണിലാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. സോ നമുക്ക് ഇനി കൂളൻ്റ് ചേഞ്ചിലോട്ട് പോകാം. ഈ കൂളൻ്റ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ ചുമ്മാ ഒന്ന് ക്യാപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പച്ച കളറിലെ കൂളൻ്റാണ് ഇതിനകത്ത് നിന്ന് വരേണ്ടത്. പക്ഷേ വന്നതെന്ന് വെച്ചാൽ ഒരു തുരുമ്പ് കളർന്ന ഒരു വല്ലാത്തൊരു ലിക്വിഡാണ് വന്നത്. ഈ കളർ കണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ഈ ടാങ്ക് മൊത്തം തുരുമ്പാന്ന് തോന്നുന്നു. സോ കൂളൻ്റ് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ എൻജിൻ്റെ കൂളിംഗ് എഫിഷ്യൻസി അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ വണ്ടി ചെറുതായിട്ട് ഓവർ ഹീറ്റ് ഉണ്ടോ എന്നും കൂടെ എനിക്ക് സംശയമുണ്ട്. സോ കൂളൻ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ബെല്ലി പാൻ അയക്കണം. ബെല്ലി പാൻ അയക്കാനായിട്ട് ഫ്രണ്ടിൽ 2 സ്ക്രൂ, ബാക്കിൽ 2 സ്ക്രൂ ഇതുപോലെ അങ്ങ് ഊരിയെടുക്കുക. ബെല്ലി പാൻ ഊരി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത് കൂളൻ്റ് ഡ്രെയിൻ സ്ക്രൂ തപ്പുക. കൂളൻ്റ് ഡ്രെയിൻ സ്ക്രൂ ആണ് ഇത്. ഈ സ്ക്രൂ ജസ്റ്റ് പതുക്കെ അഴിച്ചു വിടുക. അത് അഴിച്ചു വിടാനായിട്ട് നമ്മൾ ഒരിക്കലും ഫോഴ്സ് അപ്ലൈ ചെയ്യില്ല. കാരണം ഇതിനകത്തൊരു കോപ്പറിൻ്റെ ഗ്യാസ്കറ്റും കൂടെ ഉണ്ട്. സ്മൂത്തായിട്ട് അഴിച്ചു വിട്ടാൽ മതി. കാരണം ഇത് ഔൾ അലൂമിനിയം എഞ്ചിൻ ആയതുകൊണ്ട് ഒരു ചെറിയ ത്രെഡ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്തെടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. ചിലപ്പോൾ ആ ഫുൾ പാർട്സായിട്ട് നമുക്ക് മാറേണ്ടി വരും. സോ നമുക്ക് റിസ്ക് എടുക്കേണ്ട, പതുക്കെ സ്മൂത്തായിട്ട് ലൂസ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോപ്പറിൻ്റെ വാഷറുണ്ട്, അത് കളയാതെയും കൂടെ നോക്കണം. ആ വാഷർ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മേടിക്കാനായിട്ട് ഭയങ്കര പാടാണ്, കിട്ടത്തേ ഇല്ലെന്ന് തന്നെ പറയാം. സോ നമ്മൾ ഊരിക്കഴിഞ്ഞിട്ട് കൂളൻ്റ് നല്ലോണം ഫ്ലോ ആവുന്നില്ലെങ്കിൽ നേരെ പോയിട്ട് മേലത്തെ റേഡിയേറ്റർ ക്യാപ്പും കൂടെ ഊരി കൊടുക്കുക. റേഡിയേറ്റർ ക്യാപ്പും കൂടെ ഊരി കൊടുക്കുമ്പോഴത്തേക്കും കൂളൻ്റ് നല്ല ഫ്ലോ വരും. ഓക്കെ, ഇത് കൂളൻ്റ് നല്ല ഫ്ലോയിൽ വരാൻ തുടങ്ങി. നമ്മളിനി നേരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഈ കൂളൻ്റ് ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്യണം. കൂളൻ്റ് ഡ്രെയിൻ ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടെ. തുരുമ്പ് കണ്ടോ? വണ്ടിയുടെ കൂളറിനകത്തുള്ളത് മൊത്തം ചെളി പോലെ എന്തൊരു വസ്തുവാണ് വരുന്നത്. നല്ലവണ്ണം തുരുമ്പുണ്ടെന്നും എനിക്ക് സംശയമുണ്ട്. കാരണം നല്ല തുരുമ്പ് പിടിച്ചൊരു വസ്തു, മൊത്തത്തിൽ ഒരു കലക്ക വെള്ളം പോലെയാണ് വരുന്നത്. പച്ച കളറിലെ ഒരു വസ്തുവല്ല വരുന്നത്, മൊത്തം റെഡ് കളറാണ് ഇതിൻ്റെ കൂളൻ്റ് കാണിക്കുന്നത്. ഇതൊരു 1 ഇയർ ആയിട്ടുണ്ട് ഈ കൂളൻ്റ് മാറിയിട്ട്. എന്താണ് ഈ സംഭവം എന്നെനിക്ക് പിടുത്തമില്ല. എൻ്റെ നിഞ്ചയ്ക്കകത്താണെങ്കിലും R15-നകത്താണെങ്കിലും നമ്മൾ 2-3 വർഷമൊന്നും കൂളൻ്റ് മാറിയില്ല, ഒരു കുഴപ്പവും സാധാരണ കാണാറില്ല. ഇത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കൂളൻ്റിനകത്ത് കളർ മാറിയിട്ട് തുരുമ്പടിക്കുക എന്നുള്ളത്. സോ എന്തായാലും നമുക്ക് കൂളൻ്റ് മാറാം. കൂളൻ്റ് ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ആ കോപ്പർ വാഷർ അടക്കം നല്ലവണ്ണം രണ്ടാമത് ടൈറ്റ് ചെയ്യുക. ആ ഡ്രെയിൻ സ്ക്രൂ പിന്നെയും ടൈറ്റ് ചെയ്യുക. കൂളൻ്റ് ഡ്രെയിൻ സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് കൂളൻ്റ് മറ്റേ എയർ വരുന്ന സ്ഥലം. ഇതാണ് എനിക്ക് കിട്ടിയ കൂളൻ്റ്. കൂളിൻ്റെ കളർ കണ്ടോ? ഫുള്ള് തുരുമ്പാണ്. ഇതൊക്കെ എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഡ്യൂക്ക് 390 ഒക്കെ ഉള്ളവരും ശ്രദ്ധിക്കുക കേട്ടോ. നേരെ പോയിട്ട് ഈ സ്ക്രൂ ലൂസ് ചെയ്യുക. ഇതാണൊരു എയർ സ്ക്രൂ എന്ന് പറയും. കാരണം ഈ ടാങ്കിനകത്ത് ഫുള്ള് കൂളൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഫുള്ള് ഫില്ലായിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രൂവിൻ്റെ ഇവിടെ കൂടെ എയർ ബബിൾസ് അല്ല, നല്ല പക്ക കൂളൻ്റ് തന്നെ വരും. സോ ഇത് നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം അപ്പുറത്തുനിന്ന് ഒരാൾ കൂളൻ്റ് ഒഴിക്കാൻ. നമ്മൾ കൂളൻ്റ് ഒഴിക്കുന്നതിനൊപ്പം തന്നെ ഈ സ്ക്രൂയിൽ കൂടെ കൂളൻ്റ് കൊമ്പളകളായിട്ടല്ല, പക്കയായിട്ട് ലീക്കായിട്ട് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. പക്കയായിട്ട് ലീക്കായിട്ട് പുറത്തോട്ട് വരുന്നവരെ നമ്മൾ കൂളൻ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുക. എങ്കിലേ ഇതിനകത്തുള്ള ഈ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് ഫുള്ള് എയർ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. കൂളൻ്റ് ഒഴിക്കുന്നിടയ്ക്ക് ആദ്യമേ എയർ ബബിൾസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബബിൾസ് ഇല്ലാതെ പക്ക കൂളൻ്റായിട്ട് മാത്രം വരും. ആ ടൈം വരെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ആദ്യമേ എയർ ബബിൾസ് വന്നു. ഇപ്പോൾ പക്ക കൂളൻ്റായിട്ടാണ് വരുന്നത്. സോ നമുക്കിനി അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, എയർ ബബിൾസ് ഇല്ല, പക്കയായിട്ട് കൂളൻ്റ് മാത്രമായി. അപ്പോൾ നമുക്കതിന് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇനി അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാം. അത് നേരെ ക്ലോസ് ചെയ്യുക. കുറച്ച് കൂളൻ്റ് നമുക്കിപ്പം തറയിലോട്ട് പോയിട്ടുണ്ട് ആ സ്ക്രൂവിൻ്റെ അവിടം വഴി. സോ സ്ക്രൂ നേരെ ടൈറ്റ് ചെയ്യുക. അപ്പുറത്തൂടെ പിന്നെയും നമ്മൾ കൂളൻ്റ് പിന്നെ ഒഴിക്കുക. പോയ കൂളൻ്റ് നമ്മൾ പിന്നെ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ചും കൂടെ കൂളൻ്റ് ഒഴിച്ചു കൊടുക്കുക റേഡിയേറ്റർ ടാങ്കിലോട്ട്. സോ നെക്സ്റ്റ് റേഡിയേറ്റർ നല്ലോണം
ടൈറ്റ് ചെയ്യുക. കാരണം ഇതൊരു വല്ലാത്തൊരു ക്വാളിറ്റി കുറഞ്ഞ റേഡിയേറ്റർ ടാങ്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള വണ്ടി പോലെയല്ല, ഇത് ഊരിക്കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അടയ്ക്കാനായിട്ട്. ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യാത്തൊരു റേഡിയേറ്റർ ടാങ്കാണ്. സോ നമ്മളിത് പക്കയായിട്ട് ഇത് അടച്ചോ നോക്കണം. നമ്മൾ ചെറുതായിട്ട് കൈവച്ച് തിരിച്ചാലൊന്നും ഫുള്ള് തിരിയത്തില്ല, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി നിൽക്കും. അങ്ങനെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുന്ന വഴിക്ക് എങ്ങനെ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ കൂളൻ്റ് മൊത്തം കൂടെ കാലേ വീഴാനുള്ള ചാൻസും ഉണ്ട്. സോ നല്ല പക്കയായിട്ട് റേഡിയേറ്റർ ക്യാപ്പ് അടയ്ക്കുക. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട മേളിൽ റിസർവോയർ, അതിന് മുമ്പായിട്ട് ഈ കൂളൻ്റ് സ്ക്രൂ ടൈറ്റ് ആണെന്ന് നോക്കുക, ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. കൂളൻ്റ് നേരെ പോയിട്ട് റിസർവോയർ ടാങ്കിനകത്തോട്ട് മിച്ചമുള്ള കൂളൻ്റ് ഒഴിക്കുക. അതായത് 1 ലിറ്ററാണ് വേണ്ടത്. നമ്മൾ റേഡിയേറ്റർ മെയിൻ ടാങ്ക് കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് റേഡിയേറ്റർ ഈ ടാങ്കിനകത്തോട്ട് ഒഴിക്കുക, മേളിലുള്ള ടാങ്കിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ നേരെ 4 മറ്റേ ബെല്ലി പാൻ കണക്ട് ചെയ്യുക. അതിനായിട്ട് ഫ്രണ്ടിൽ 2 സ്ക്രൂ, ബാക്കിൽ 2 സ്ക്രൂവും കൂടെ ചെയ്തിട്ട് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ചിടത്തേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കൂളിൻ്റെ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ മേളത്തെ റിസർവോയർ ടാങ്കിൽ നിന്ന് കുറയുന്നുണ്ടെങ്കിൽ പിന്നെ ടോപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എയർ ഫുള്ളായിട്ട് കൂളൻ്റിൽ നിന്ന് എടുത്ത് കളയുക. ജസ്റ്റ് ഇങ്ങനെ കുലുക്കിയൊക്കെ നോക്കാം കേട്ടോ. കറക്റ്റ് കൂളൻ ലെവൽ കണ്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ കുലുക്കിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മേളിൽ കാണാൻ പറ്റും കൂളൻ്റ് കണ്ട് ഇതുപോലെ. ഈ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക, പിന്നെ ടോപ്പ് അപ്പ് ചെയ്യുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡൺ.